പ്രിയപ്പെട്ടവരെ, 24-ാമത്തെ ദിവസം വചനവായനയിൽ ദൈവകൃപയിൽ തുടരാൻ കഴിയുന്നത് വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് ഉൽപ്പത്തി 45-ഉം 46-ഉം വായിച്ചപ്പോൾ ഹൃദയസ്പർശിയായ ചില രംഗങ്ങളിലൂടെയാണ് നാം കടന്നുപോയത്. ജോസഫ് താൻ ആരാണെന്ന് സഹോദരന്മാരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നു. അപ്പനെ കൂട്ടിക്കൊണ്ടുവരാനായി അവരെ പറഞ്ഞയക്കുന്നു. യാക്കോബ് ഈജിപ്തിലേക്ക് എത്തിച്ചേരുന്നു. 45-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലും 7-ാമത്തെ വാക്യത്തിലും 8-ാമത്തെ വാക്യത്തിലും മറന്നുപോകാതെ അടിവരയിട്ട് വെക്കേണ്ട ഒരു വാചകമുണ്ട്. നിങ്ങൾ ഭാരപ്പെടരുത്. സഹോദരന്മാരോട് ജോസഫ് പറയുകയാണ്, ദൈവമാണ് എന്നെ ഇവിടേക്ക് അയച്ചത്, നിങ്ങളല്ല, ദൈവമാണ് എന്നെ ഇവിടേക്ക് അയച്ചത്. എത്ര ദൈവികമായ ഒരു ചിന്തയാണത്. ജീവിതത്തിലെ ദുഃഖപൂർണമെന്നോ നിരാശാജനകമെന്നോ വേദനാജനകമെന്നോ ഒക്കെ തോന്നാവുന്ന 100 കണക്കിന് അനുഭവങ്ങളെ ഒരാൾ നിർമ്മലമായ ഒരു ദൈവിക ചിന്ത കൊണ്ട് ജ്ഞാനസ്നാനം ചെയ്തെടുക്കുകയും